കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ വനപാതയിലൂടെ ഒരു മഴയാത്ര. ഇന്നത്തെ നേച്ചർ സ്വിംലൻസിൻ്റെ യാത്ര പത്തനംതിട്ട ജില്ലയിലെ ഗവിയിലേക്കാണ്. കണ്ണു നിറയെ കാടും വന്യമൃഗങ്ങളെയും കണ്ട് കാട്ടിലൊരു സ്റ്റേയുമൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. ഗവിയിലേക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ചെക്ക് പോസ്റ്റിലെ നടപടിക്രമങ്ങളും മുൻപിലത്തെ ഗവി വീഡിയോയിൽ ഉള്ളതുകൊണ്ട് ഈ വീഡിയോയിൽ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ യാത്രയും ആങ്ങാമൊഴി ചെക്ക് പോസ്റ്റിലൂടെ തന്നെയാണ്. നിത്യഹരിത വനത്തിലൂടെ കാടിൻ്റെ മനോഹര കാഴ്ചയും കണ്ടുള്ള ഒരു യാത്രാനുഭവം കിട്ടണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കുന്നത് തന്നെയാണ് നല്ലത്. 100 കിലോമീറ്റർ ദൂരം നീളുന്ന കാനന യാത്ര. പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് മറക്കാനാകാത്ത ഒരു യാത്ര തന്നെയാണ് ഇതുവഴി ലഭിക്കുന്നത്. വന്യമൃഗങ്ങൾ ധാരാളമുള്ള കാടാണ്. പോകുന്ന വഴിയിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ അവയൊക്കെ കാണാനും കഴിയും. കഴിഞ്ഞ ദിവസം വരെ തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നെങ്കിലും ഞങ്ങൾ കാട് കയറിയ ദിവസം നല്ല മഴയായിരുന്നു. അതുകൊണ്ടുതന്നെ നമ്മുടെ ഈ യാത്ര ഒരു മഴയാത്രയായി തീർന്നു. മഴയും കോടമഞ്ഞും കാരണം വിസിബിലിറ്റി തീരെയില്ല. 10 മീറ്ററിനപ്പുറം എന്താണെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ധാരാളം പ്രാവശ്യം ഗവി യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും കാടും പ്രകൃതിയും നമുക്കായി കരുതി വച്ചിരിക്കുന്നത് വ്യത്യസ്തമായ കാഴ്ചകളാണ്. യാത്ര അങ്ങനെ കക്കി ഡാം റിസർവോയറിനടുത്തെത്തി. ഇതിന് എതിർവശത്തെ മലയുടെ മുകളിൽ കോടമഞ്ഞ് ആസ്വദിച്ചു നിൽക്കുന്ന ഒരു കൊമ്പനെ കിട്ടി. ആന അങ്ങനെ മഞ്ഞും മഴയുമൊക്കെ നല്ലപോലെ ആസ്വദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. കക്കി ഡാം കഴിഞ്ഞാൽ പിന്നെയുള്ളത് എക്കോ പോയിൻ്റാണ്. ഡാം പണിയാൻ പാറകൾ പൊട്ടിച്ച സ്ഥലമാണ്. ശബ്ദമുണ്ടാക്കിയാൽ അത് എക്കോ പോലെ തിരിച്ചു കേൾക്കും. അവിടെ നിന്നും കുറച്ചു ദൂരം മുന്നോട്ട് പോകുമ്പോൾ പിന്നെയുള്ളത് ആനത്തോട് ഡാമാണ്. അതും പിന്നിട്ട് പോകുമ്പോൾ കരിങ്കുരങ്ങുകളും മലയണ്ണാനുമൊക്കെ ചാടി രസിക്കുന്നത് കാണാം. മഴയും കോടമഞ്ഞും കൂടിക്കൂടി വന്നു. അതുകൊണ്ട് തന്നെ യാത്രയും സൂക്ഷിച്ചാണ്. ആനയോ കാട്ടുപോത്തോ റോഡിൽ നിന്നാൽ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. നമ്മളങ്ങനെ കൊച്ചു പമ്പയിലെത്തി. ഇവിടെ KSEB IBയിലാണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നിന്നും 10 കിലോമീറ്റർ ഉണ്ട് ഗവിക്ക്. IBക്ക് സമീപം ഇപ്പോൾ ധാരാളം കാട്ടുപന്നികളുണ്ട്. മഴ ചെറുതായി ഒന്ന് മാറിയപ്പോൾ പക്ഷികളെല്ലാം ആക്റ്റീവായി. ബുൾബുളും മിനിവെറ്റ്സുകളും മഞ്ഞക്കറുപ്പനുമെല്ലാം ഉണ്ട്. ഈ IBക്ക് പുറകിലായി ഒരു പുൽമേടുണ്ട്. അവിടെ മൊബൈൽ റേഞ്ച് കിട്ടുമെന്നറിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടങ്ങനെ നടന്നു. കാടിനുള്ളിലായതിനാൽ തന്നെ സൂക്ഷിച്ചു തന്നെയാണ് നമ്മുടെ ഓരോ ചുവടും. ആദ്യ കാഴ്ചയിൽ ജംഗിൾ ഫൗളായിരുന്നു. അതിനെയും ഫോട്ടോ എടുത്ത് മുന്നോട്ട് നടന്നു. വീണ്ടും മഴ ചാറിത്തുടങ്ങി. നല്ല കാറ്റുമുണ്ട്. കാഴ്ചകൾ മറച്ച് കടന്നു പോകുന്ന കോടമഞ്ഞ്. നടന്നു മുകളിലേക്ക് എത്തിയതും തൊട്ടടുത്തായി തന്നെ ആനയുണ്ട്. അത് അങ്ങനെ ചാറ്റൽ മഴയൊക്കെ ആസ്വദിച്ച് നിൽപ്പുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും വഴിമാറി മുന്നോട്ട് നടന്നുപോയി. കോടമഞ്ഞ് മാറി പുൽമേടുകൾ തെളിഞ്ഞപ്പോൾ പല കുന്നിൻ മുകളിലും കൂട്ടം കൂട്ടമായി തന്നെ ധാരാളം മ്ലാവുകളെ കാണാം. തൊട്ടടുത്തു നിന്ന മ്ലാവിൻ്റെ ഒരു കൂട്ടം കുറച്ചു നേരം ഞങ്ങളെ നോക്കി നിന്ന ശേഷം കുന്നിൻ ചെരുവിലേക്ക് ഓടിപ്പോയി. കുറച്ചു നേരം അവിടെ നിന്ന് അത്യാവശ്യം ഫോൺ വിളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു നടന്നു. കോടമഞ്ഞ് കാരണം മുന്നിലുള്ള കാഴ്ചകൾ പോലും കാണാൻ കഴിയാത്തതിനാൽ അപകട സാധ്യത കൂടുതലുമാണ്. ഇതിന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കൊച്ചു പമ്പയിൽ പുതുതായി KFDC ആരംഭിച്ച ടെൻറ്റ് സ്റ്റേയും ഒക്കെ കാണാൻ കഴിയും. ഈയിടെയായി ഇവിടെ വൈൽഡ് ഡോഗ്സ് ധാരാളമായി കാണുന്നു എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ തിരിച്ച് IBക്ക് മുന്നിലേക്ക് വേഗത്തിൽ തന്നെ എത്തി. ഇവിടെ നിന്നാൽ കൊച്ചുപമ്പ റിസർവോയർ കാണാം. നല്ല മനോഹരമായ കാഴ്ച. അതിനൊപ്പം തന്നെ ഒരു മരത്തിൽ തന്നെ ഹിൽമൈനയും ഇമ്പീരിയൽ പ്രാവും കോഴിവേഴാമ്പലും ഒക്കെ ചേർന്ന് ആ മരത്തിൻ്റെ പഴം കഴിക്കുന്നതും കാണാം. അതിൻ്റെ കുറച്ച് നല്ല ചിത്രങ്ങളും എടുത്ത് IBയിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഈ IBക്ക് ചുറ്റും ഫെൻസിങ്ങോ ട്രഞ്ചോ ഇല്ലാത്തതിനാൽ രാത്രിയിൽ ആനകൾ ഇതിനു മുന്നിലൂടെ തന്നെ സഞ്ചരിക്കാറുണ്ട്. അതുപോലെ നീലഗിരി മാർട്ടിനും ഇവിടെ വരാറുണ്ട്. അതിൻ്റെ 1-2 വീഡിയോസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഒരു കൂട്ടം ആനകൾ ഈ കൊച്ചുപമ്പ KSEB ക്യാൻറ്റീന് പുറകിലുള്ള പുൽമേട്ടിൽ ഉണ്ടായിരുന്നതായും 2 ആഴ്ച മുമ്പ് അതിലൊരു ആനക്കുട്ടിയെ കടുവ പിടിച്ചുവെന്നും അതിനുശേഷം ബാക്കി ആനകൾ മറ്റെവിടേക്കോ പോയി എന്നും ഇവിടുത്തെ കെയർടേക്കറായ രാജൻ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു. രാത്രിയിലെ ഇവിടുത്തെ താമസവും ഫുഡുമൊക്കെ മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഗവിയിലേക്ക് പോയി. പോകുന്ന വഴിയിൽ ഒരു മരമുണ്ട്, ഗോഫർ മരം. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള നോഹ പ്രവാചകൻ പ്രളയസമയത്ത് പെട്ടകമുണ്ടാക്കിയ മരമാണ്. ഏഷ്യയിൽ തന്നെ ആകെ അവശേഷിക്കുന്ന ഒരു മരം ഇത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ ഗവിയിലെത്തി. ഗവിയിൽ ഗവി ഡാമും KFDC സ്റ്റേയും ബോട്ടിങ്ങും ചെറിയ ട്രക്കിങ്ങും ഒക്കെയുണ്ട്.
ഇതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വേണം വരാൻ. ശബരിമല വ്യൂ പോയിൻ്റൊക്കെ കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്നു. ഗവി കഴിഞ്ഞുള്ള ചെക്ക് പോസ്റ്റ് പിന്നിട്ടാൽ പിന്നെയുള്ളത് പെരിയാർ ടൈഗർ റിസർവാണ്. വന്യജീവികളുടെ സാന്ദ്രത കൂടിയ പ്രദേശം. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ കാടിനുള്ളിൽ ആനകൾ വിഹരിക്കുന്ന മനോഹരമായ കാഴ്ചയും കിട്ടി. അങ്ങനെ ആനക്കാഴ്ചയും കണ്ട് വള്ളക്കടവ് ചെക്ക് പോസ്റ്റിലേക്ക് എത്താറാകുമ്പോൾ കുറ്റിക്കാട്ടിനുള്ളിൽ നിന്ന് കാട്ടുപോത്തിനെയും കിട്ടി. മാനം തെളിഞ്ഞെങ്കിലും സാധാരണ ധാരാളം സൈറ്റിങ്സ് കിട്ടുന്ന മാനംമുട്ടി മല ഭാഗം വരുന്ന പുൽമേടുകളിൽ ഇത്തവണ നിരാശയായിരുന്നു ഫലം. ഒന്നിനെയും തന്നെ കിട്ടിയില്ല. നമ്മുടെ ഈ ഗവി യാത്ര അങ്ങനെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചിലരൊക്കെ പറയാറുണ്ട് ഗവിയിൽ വന്നിട്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ. അവർക്കായി 1-2 കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ സ്വന്തം വാഹനത്തിൽ ഗവിയിലേക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാലും റോഡിൽ വണ്ടി നിർത്തി ഇറങ്ങരുത്. അതിനായി ചില പോയിന്റുകളുണ്ട്. അവിടെ മാത്രമേ വണ്ടി നിർത്താവൂ. കാരണം ധാരാളം ആനത്താരകളുള്ള റൂട്ടാണിത്. കഴിയുമെങ്കിൽ ഗവി അറിയാവുന്ന ഒരാളുടെ കൂടെ യാത്ര ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ആനയും കാട്ടുപോത്തും ഒക്കെ നിൽക്കുന്നത് എവിടെയാണെന്ന് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് അറിയാം. അവിടെ വണ്ടി നിർത്തി ശാന്തമായി തന്നെ അവയെ നിരീക്ഷിക്കാവുന്നതാണ്. ഗവിയുടെ 2 മുഖങ്ങളും ഈ യാത്രയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. കാട് കയറുമ്പോൾ നല്ല മഴയും കോടമഞ്ഞും ഒക്കെയായിരുന്നു. എന്നാൽ തിരിച്ചിറങ്ങുന്ന ഈ സമയം നല്ല വെയിലുമാണ്. കുറേ നല്ല കാഴ്ചകൾ സമ്മാനിച്ച് കാടിനോട് വിട പറഞ്ഞ് നമ്മുടെ ഈ യാത്ര അവസാനിക്കുകയാണ്. കാടിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.